അങ്ങനെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ. നമ്മുടെ കേരളത്തിലും മൂന്നാം മോദി സർക്കാരിന്റെ അധികാരം ആഘോഷിച്ചു. സംഘികൾ മുക്കിനും മൂലയ്ക്കും പായസം വെച്ച് വിളമ്പി അവരുടെ ശക്തി തെളിയിച്ചു. സംഘികൾ പ്രത്യേകമായി പല പാർട്ടി ഓഫീസുകളിലും TV വാടകയ്ക്കെടുത്ത് ചാനലുകളിലൂടെ മോദിയുടെ സത്യപ്രതിജ്ഞ അനുയായികളെ കാണിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ആകെ മൊത്തം ആഘോഷമായിരുന്നു ഇന്നലെ. പക്ഷേ ആഘോഷം അവസാനിച്ചിരിക്കുന്നു. NDAയിൽ തമ്മിൽ തല്ലി. ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് NCP വിമത വിഭാഗം നേതാവ് അജിത് പവാറാണ്. അജിത് പവാറിന് വലിയ വലിയ പരിഭവങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ NCPക്ക് വലിയ സീറ്റൊന്നും BJP നൽകിയില്ല. അയാൾക്ക് ശക്തിയില്ല എന്ന് BJP നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സീറ്റ് കുറവായി. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു NCP അജിത് പവാർ വിഭാഗം. പക്ഷേ അവരുടെ അനിഷേധ്യ നേതാവായ പ്രഫുൽ പട്ടേലിന് കിട്ടിയത് സഹമന്ത്രിസ്ഥാനം. കളഞ്ഞിട്ട് പോകും എന്ന് അജിത് പവാർ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ശരത് പവാറുമായി അജിത് പവാർ ബന്ധപ്പെടുകയും താൻ നടത്തിക്കൊണ്ടുവന്ന MLA-മാരെ തിരിച്ച് NCPയിലേക്ക് കൊണ്ടുപോകാനുള്ള ചർച്ചകൾ നടക്കുകയുമൊക്കെ ചെയ്യുന്നു. അതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ അടുത്ത അടി BJPയിൽ നിന്ന് അജിത് പവാറിന് കിട്ടിയത്. അവരുടെ നേതാവ് പ്രഫുൽ പട്ടേലിന് സഹമന്ത്രിസ്ഥാനം, മറ്റൊരു നേതാവ് സുനിൽ കർക്കരയ്ക്ക് മന്ത്രിസ്ഥാനവുമില്ല. അങ്ങനെ ആകെ മൊത്തം അലങ്കോലമായിരിക്കുകയാണ് NDA സർക്കാർ അലങ്കോലമായി എന്ന് മാത്രമല്ല, അജിത് പവാർ വിഭാഗം പിരിഞ്ഞു പോകാൻ തയ്യാറെടുക്കുന്നു. തനിക്ക് സഹമന്ത്രിസ്ഥാനം വേണ്ടെന്ന് പ്രഫുൽ പട്ടേൽ പറഞ്ഞിരിക്കുന്നു. UPA സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിലിരുന്ന് വിലസിയ വ്യക്തിയാണ് പ്രഫുൽ പട്ടേൽ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ സഹമന്ത്രിസ്ഥാനം കൊടുത്ത് ഒതുക്കിയിരിക്കുന്നത്. ED അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ആ ED അന്വേഷണമൊക്കെ NCP അജിത് പവാർ വിഭാഗം BJPയിലല്ല NDAയിൽ ചേർന്നതിന് പിന്നാലെ പിൻവലിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും EDയുടെ നിഴലിലാണ് പ്രഫുൽ പട്ടേൽ. മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ വിജയമാണ് നേടിയത്. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന വിജയം. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെറ്റെന്ന് തെളിയിക്കുന്ന വിജയം. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഒരുമിച്ച് നിന്നപ്പോ NDA തകർന്ന് തരിപ്പണമായി മാറി. ഇനിയുമുണ്ട് കലിപ്പുകൾ NDAയിൽ. ഷിൻഡെ അതൃപ്തനാണ്. ഷിൻഡെ ശിവസേന പുലർത്തി BJP കൂടാരത്തിലണഞ്ഞ വ്യക്തിയാണ്. അയാളും കട്ടക്കലിപ്പിലാണ്. അയാൾക്കും വേണം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ ഒരുപാട്. 72 പേരുടെ മന്ത്രിസഭയാണ് ഇന്നലെ അധികാരത്തിൽ ഏറ്റത് മോദിയുടെ നേതൃത്വത്തിൽ. അതിൽ 30 പേർക്കാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഈ മുസ്ലിങ്ങളെ തൊട്ടുള്ള വർഗീയ പരാമർശമൊന്നും വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർക്ക് നാളെയും ജനങ്ങളെ അഭിമുഖീകരിക്കണം. ജനങ്ങൾ ചെരുപ്പൂരി അടിക്കും. മുസ്ലിം വർഗീയ പരാമർശം നടത്തിയാണ് മോദി ഇത്തവണത്തെ ഇലക്ഷനെ നേരിട്ടത്. അത് ഉത്തരേന്ത്യയിൽ പോലും, ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും വലിയ തിരിച്ചടിയായി മാറി. ആടി ഉലയുന്ന ഒരു സർക്കാരിനെയാണ് മോദി രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മന്ത്രിസഭയിലെ രണ്ടാമനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് രാജ്നാഥ് സിംഗിനെയാണ്. അമിത്ഷാ ആകെ മൊത്തം വിരളി പിടിച്ച് ഓടുകയാണ്. അമിത്ഷയായിരുന്നു എക്കാലവും മോദിയുടെ രണ്ടാമൻ. അമിത്ഷയെ ചവിട്ടിത്തള്ളി മോദി. ആവശ്യം കഴിയുമ്പോൾ മോദിക്ക് എല്ലാവരും കറിവേപ്പിലയാണ്. അത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അജിത് പവാർ ഇപ്പോൾ നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അജിത് പവാർ വിഭാഗം NCP ഇനിയിപ്പോ ശരത് പവാർ വിഭാഗം NCPയിലേക്ക് തിരിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. മഹാരാഷ്ട്ര പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മഹാവികാസ് അഘാടി സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞു. ആ തന്ത്രങ്ങളിൽ അധിഷ്ഠിതമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ തന്ത്രങ്ങളുടെ വിജയം കൂടിയാണ്. ആ തന്ത്രങ്ങളുടെ ഒരു ട്രയൽ റണ്ണായാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇനിയിപ്പോ അജിത് പവാർ കൂടി അപ്പുറത്തെത്തും, അത് ഉറപ്പാണ്. പ്രഫുൽ പട്ടേലിന് സഹമന്ത്രിസ്ഥാനം വേണ്ടെന്നാണ് പറയുന്നത്. അയാൾക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണം. മോദി ആകെ മൊത്തം ആപ്പിലാണ്. എന്തായാലും പൊട്ടിത്തെറി ആരംഭിച്ചു കഴിഞ്ഞു.
ഈ പൊട്ടിത്തെറി ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ പൊട്ടിത്തെറി തരണം ചെയ്യാൻ മോദി എന്തൊക്കെ ചെയ്യും എന്ന് ആലോചിക്കുകയാണ് രാഷ്ട്രീയ വിദഗ്ധർ, ആലോചിക്കുകയാണ് പൊളിറ്റിക്സ് കേരളയിൽ. ഇനിയിപ്പോ മോദിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, പരമാവധി പിളർത്തുക. TDP പിളർത്താൻ പാടാണ്, കാരണം അവർ ആന്ധ്രാപ്രദേശിൽ അധികാരം പിടിച്ചെടുത്തു. അവരെ പിളർത്താൻ പാടാണ്. പിന്നെ ഈ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ എളുപ്പമാണ്. പക്ഷേ എങ്ങനെ പിളർത്തും, അതിനൊക്കെ പണം വാരി അറിയാം. ഇപ്പൊ തന്നെ കുതിരക്കച്ചവടം നടത്തി കഴിഞ്ഞാൽ മോദി നാറും. നിതീഷ് കുമാർ എന്ന നാറുന്നവനെ ചുമലിലേറ്റി കഴിഞ്ഞാൽ നാറുമെന്നുള്ളത് മോദിക്ക് ഏകദേശം ഉറപ്പായി. വൻ ഡിമാൻഡാണെന്നേ വെച്ചിരിക്കുന്നു. ആ മന്ത്രിസഭയൊക്കെ സാങ്കല്പികമായി സാങ്കേതികമായി അധികാരത്തിലേറ്റു. സാങ്കേതികമായി അധികാരത്തിലേറ്റ മന്ത്രിസഭ അതൊരു സാങ്കല്പികമായ അധികാരത്തിലേറെ കൂടിയായി മാറിയിരിക്കുന്നു. ഏത് നിമിഷവും ടപോന്ന് വീഴും. ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കാമായിരുന്നു. അവർ പിടിച്ചെടുക്കാതെ അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. കാരണം കളി ഗ്രൗണ്ടിൽ നിന്ന് കാണാം എന്നാണ് രാഹുലും ടീമും തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് അവർ കളി കാണും. അവരുടെ കാലിൽ പന്ത് കിട്ടുമ്പോൾ ഗോളാക്കി മാറ്റും. അങ്ങനെ മോദിയുടെ മൂന്നാം മന്ത്രിസഭ ആടി ഉലയുകയാണ്. NDAയിൽ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ് മോദിക്ക് ഉണ്ടായിരിക്കുന്നത്. ഭരണഘടന പോലും മാറ്റിയെഴുതു എന്ന് പറഞ്ഞവരാണ് BJP നേതാക്കൾ. അയോധ്യ സ്ഥിതി ചെയ്യുന്ന വൈഷ്യാബാദിലെ BJP സ്ഥാനാർത്ഥി ലലു സിംഗ് പറഞ്ഞത് ഭരണഘടന മാറ്റിക്കളയുന്നതാണ്. ലലു സിംഗ് തോറ്റത് 1.5 ലക്ഷം വോട്ടുകൾക്കാണ്. രാമജന്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിൽ പോലും തിരിച്ചടി, വല്ലാത്ത തിരിച്ചടി. ആ തിരിച്ചടിയാണ് ഇപ്പോൾ മോദിയെ അസ്വസ്ഥനാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ അപമാനിച്ചുകൊണ്ട്, അവരുടെ വ്യക്തിത്വത്തെ കീറിമുറിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു മോദിയോട്. ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിനുണ്ടായ വലിയ പരാജയത്തിന് കാരണം അതാണ്. രാജസ്ഥാനിൽ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടിക്ക് കാരണം അതാണ്. ഈ തിരിച്ചടി ഭയാനകമായ ഒരു തിരിച്ചടിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ അല്പം കൂടി ഇന്ത്യ മുന്നണി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വരില്ലായിരുന്നു. വലിയ മാർജിനിൽ നിന്നുമല്ല അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. BJPക്ക് കേവല ഭൂരിപക്ഷവുമില്ല. അതുകൊണ്ട് ഈ സംഘികൾ പായസം വിതരണം ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. അവരെ ഈ ചാനലുകളൊക്കെ TV ഒക്കെ വാടകയ്ക്കെടുത്ത് ചാനലുകളിലൂടെ തങ്ങളുടെ പാവപ്പെട്ട അണികളെ, നിർദ്ധനരായ അണികളെ മോദിയുടെ മാഹാത്മ്യം കാണിച്ചു കൊടുക്കുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം ഈ ഇക്വേഷൻ, ഈ ഭൂരിപക്ഷത്തിന്റെ എണ്ണം വളരെ കുറവാണ് മോദിക്ക്. ഏത് നിമിഷം വേണമെങ്കിലും മറച്ചിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന നിലയിലാണ് ഈ ഭൂരിപക്ഷം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം നേടിയിരുന്നു മോദി. 303 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നേടിയത്. ഇത്തവണ ഗതികേടായിപ്പോയി. ആ ഗതികേടിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ പിളർത്തണം. മോദിയുടെ സ്ഥിരം തന്ത്രമാണ് പിളർത്തണം. അതിന് അമിത്ഷാ കൂടെ വേണം. പക്ഷെ അമിത്ഷയെ ഒതുക്കി കഴിഞ്ഞു മോദി. പകരം രാജ്നാഥ് സിംഗിനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്. അമിത്ഷാ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ വന്നു. അമിത്ഷാ നാളത്തെ പ്രധാനമന്ത്രിയാണെന്നൊക്കെയാണ് BJP നേതാക്കൾ പറഞ്ഞു നടന്നത്. മോദി പോയാൽ ചാണക്യനായ അമിത്ഷാ. പക്ഷേ അതൊന്നും നടപ്പിലാക്കില്ല എന്നുള്ള സൂചന കൂടി മോദി നൽകി കഴിഞ്ഞു. RSS ആകട്ടെ മോദിയെ പ്രധാനമന്ത്രിയായി ഇനി അവരോധിക്കാൻ തയ്യാറല്ല. അവർ നിതിൻ ഗഡ്കരിയാണ് പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. പക്ഷെ മോദി ഭരിച്ചു പോട്ടെ എന്നുള്ള ഒരു മട്ടിലാണ് RSS കേഡർമാരും നിസ്സംഗമായ മനോഭാവം സ്വീകരിക്കുകയാണ് മോദിയുടെ ഈ ഗതിവിഗതികളിൽ. മോദി ഏതൊക്കെ ഗതിവിഗതികളിൽ പോയാലും അവർ നിസ്സംഗരായിരിക്കും. അവരുടെ നിസ്സംഗത ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമൊക്കെ വൻ തിരിച്ചടി കിട്ടിയപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു തിരിച്ചടി കിട്ടുമെന്ന്. അതൊന്നും മോദി കാര്യമാക്കിയില്ല. ഇപ്പോ തട്ടിക്കൂട്ടി ഒരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ അടിച്ചു പിരിയുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു മോദിയുടെ മൂന്നാം സർക്കാർ.